മറിയം എന്ന് പറയുന്ന മാന്യ മാതാവിനെ നിത്യകന്യകയായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം നിത്യകന്യകയല്ല. ചില ആൾക്കാർ പറയാറുണ്ട് പെന്തിക്കോസുകാർ മറിയത്തെ ആക്ഷേപിക്കും, അപമാനിക്കും. അത് വിവരക്കേട്ട ആരെങ്കിലും പറയുന്നതാ. ആരും വിവരമുള്ള ആരും ആ അമ്മയെ ആക്ഷേപിക്കില്ല. ഇതുപോലെ നല്ലൊരമ്മ ഉലകത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ വിശ്വാസവും. അമ്മ കളിച്ചൊക്കെ നടക്കുന്നുണ്ട് പലരും. ഇതുപോലൊരമ്മ ഇല്ല. ഇതുപോലെ നല്ലൊരു സ്ത്രീ, യോഗ്യയായ, മാന്യായ, അന്തസ്സുള്ള, മികവുറ്റ, കൃപയുള്ള, പ്രാർത്ഥിക്കുന്ന, ഭക്തിയുള്ള, ഭയമുള്ള, ദൈവകൃപയുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള ഒരു അമ്മ. അതുകൊണ്ട് ആ മാതാവിനെ ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാണ്. സ്തോത്രം. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ദൂരത്തിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനൊന്നും ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടല്ലയോ ആട്ടടയന്മാരും വിദ്വാൻമാരും എല്ലാം ചെന്നപ്പം അമ്മയും മോനും കൂടെ കിടക്കുക. ആ പൊന്നെ മൂര് കുന്തിരിക്കും അതങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അമ്മയുടെ മോൻ്റെ അടുക്ക കൊണ്ടുവച്ചേച്ച് തള്ളയും കൊച്ചിനെയും കൂടെ ആരാധിച്ചെന്നല്ല, അവനെ നമസ്കരിച്ചെന്ന. തള്ള അടുത്ത് കിടപ്പുണ്ട്, അതൊക്കെ അവിടെ കിടന്നോളും. ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ആ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് അനന്തരം മറിയം എന്ന് പറയുന്ന മാന്യ മാതാവിന് പിന്നെയും സന്തതി ഉണ്ടായി. അതുകൊണ്ട് ആ വചനം പഠിക്കുന്നവരും വചനം വിശ്വസിക്കുന്നവരും വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവർ